കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതിയിൽ പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് വരാൻ പോകുന്ന ഗുണഫലങ്ങളും ഉണ്ട്, ദോഷഫലങ്ങളും ഉണ്ട്. നമുക്ക് വരാൻ പോകുന്ന ദോഷഫലങ്ങൾ പ്രകൃതി നമുക്ക് കാട്ടിത്തരും. നല്ല സമയമുള്ള ഒരാൾക്കാണെങ്കിൽ അത് ദോഷമാണെന്ന് തോന്നാനും അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യാനും സാധിക്കും. ഇല്ലാത്തവരോ ഇതിൽ വീണ്ട് ആകപ്പാടെ നേർ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പം ഇത് അറിയാൻ പാടില്ലാത്ത വ്യക്തികൾക്കായിട്ട് ഞാനിത് പറഞ്ഞു തരികയാണ്. അപ്പം നമുക്ക് എന്തായാലും ഈ ദുർനിമിത്തങ്ങൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളുമാണെന്ന് പറയാൻ പോകുന്നു. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ഭവിഷ്യപുരാണം എന്ന് പറഞ്ഞ പുരാണമുണ്ട്. ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്, ഗ്രഹത്തിലും പരിസരത്തും ഒക്കെ വ്യക്തമാകുന്ന പല കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന മഹാ ആപത്തുകളെ പോലും നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന്. അതിനെ കണ്ടാൽ മാത്രം പോരാ, അതിന് വേണ്ട കാര്യങ്ങളും ചെയ്യണം. ചെയ്തുകൊണ്ട് ഈശ്വര വിചാരം കൊണ്ടേ കാര്യമുള്ളൂ. അപ്പം നമുക്ക് അതിലേക്കൊന്ന് കടക്കുമ്പോൾ, വെളുത്ത പ്രാവ്, കൂമൻ, കാവതിക്കാക്ക, ക്രൗഞ്ച് പക്ഷി തുടങ്ങിയവ വീടിൻ്റെ പരിസരത്ത് ഒന്നുകിൽ പറന്ന് വീഴുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അംഗഭംഗം സംഭവിച്ച് വീഴുക, അല്ലെങ്കിൽ മരിച്ചു വീഴുക, ഇതൊക്കെ ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന് പല്ലുണ്ടെങ്കിൽ ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. അവൻ്റെ വീടിൻ്റെ പരിസരത്തോ വീട്ടിനകത്തോ വീട്ടിൽ വെച്ചേക്കുന്ന പാത്രങ്ങളിൽ എന്തെങ്കിലും സർപ്പമോ തവളയോ മുട്ടയിടുക, അതൊക്കെ ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. വീടിൻ്റെ സമീപവൃക്ഷങ്ങളിൽ ഇടിമിന്നലേക്കുക വളരെ ദോഷകരമായിട്ടാണ് പറയപ്പെടുന്നത്. വീടിൻ്റെ സമീപ വൃക്ഷങ്ങൾ ചില ഭാഗത്ത് കാക്ക കൂട് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാക്കകൾ ഒരുമിച്ച് വന്ന് കൂട് വെച്ച് കഴിഞ്ഞാൽ ദോഷമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പരിഹാരമായിട്ട് പറയുമ്പോൾ, ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യനെ പൂജിക്കുക, ആദിത്യ ക്ഷേത്രങ്ങളിൽ പോവുക, ആദിത്യ ഗായത്രി മന്ത്രം, ആദിത്യൻ്റെ സഹസ്രനാമം അങ്ങനെയുള്ളതൊക്കെ ജപിക്കുന്നത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആദിത്യന് എള്ളു പായസം നിവേദിക്കുന്നത് വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ കുടപ്പന, കവുങ്ങ് എന്നിവ ഇരട്ടയായി മുളച്ചു കഴിഞ്ഞാൽ ശുഭകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. ആകസ്മികമായിട്ട് അഗ്നിബാധ ഉണ്ടാവുക, കുടുംബാംഗങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും രോഗം, എല്ലാവർക്കും ഒരുപോലെ രോഗം ബാധിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുക, പശുക്കൾ വാല് എപ്പോഴും പൊക്കി പിടിച്ച് നിൽക്കുക, പശുവിന് പാല് ദിവസം കുറഞ്ഞു വരുന്ന അവസ്ഥയൊക്കെ വരിക, കാരണമായിട്ട് പശു ഓടുന്ന അവസ്ഥ വരിക, നായ്ക്കൾ എപ്പോഴും പകലിൻ്റെ അത്രയൊക്കെ ഒരുപാട് ഒരിയിടുക, നായ പതിവില്ല വീട്ടിനുള്ളിൽ പ്രവേശിക്കുക, ഗൃഹസ്ഥന്, അതായത് ഗൃഹസ്ഥന് ആധികാരികമായിട്ട് അനാവശ്യമായിട്ട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന അവസ്ഥ വേണ്ടി വരിക, ഒരു അനാവശ്യമായിട്ട് ആൾക്കാരോട് ചുമ്മാ ചൂടാവേണ്ട അവസ്ഥ ഉണ്ടാവുക. അതുപോലെ തന്നെ പശുക്കൾ നിലത്ത് കുമ്പിട്ട് കിടക്കുന്ന അവസ്ഥ വരിക, പശുക്കൾ ഇരട്ട പ്രസവിക്കുന്ന ദോഷകരമായിട്ട് പറയപ്പെടുന്നത്, ഭക്ഷണ സാധനങ്ങളിൽ ദ്രവ്യങ്ങളും മറ്റും നശിക്കുന്ന അവസ്ഥ, കേടായിപ്പോകുന്ന ദോഷകരമായിട്ടാണ് പറയപ്പെടുന്നത്, പൂച്ച ഭിത്തിയിലും മറ്റും മാന്തുന്ന ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്, തലമുടിക്ക് അഗ്നിബാധ ഏൽക്കുന്ന ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അനവധി ദുർനിമിത്തങ്ങൾ പറയപ്പെടുന്നുണ്ട്. പിന്നെ പൂച്ച 6ലധികം കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, അത് ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവയൊക്കെ ഓരോ ദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ ഓരോ കാരണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഒരാൾക്ക് സമയദോഷമാണ്, അല്ല ഞാൻ സൂക്ഷിക്കണം, ഞാൻ എല്ലാ കാര്യങ്ങളും മിതത്വം പാലിക്കേണ്ട അവസ്ഥയാണ് ഒരാൾക്ക് തോന്നാൻ എന്ത് വേണം? ഈശ്വരാധീനം വേണം. ഈശ്വരാധീനം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ചില പറയും ഈശ്വരനില്ല, ദൈവമില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഈ അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ജഡമാണ്. എത്ര അടുത്ത ആൾക്കാരായാലും പറയും ഇത് ദഹനക്രിയ ചെയ്യാൻ പറയും, അല്ലേ? അപ്പം നമ്മൾ ഒന്നും അല്ല. ആ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുക. ഈശ്വരനെ വിളിച്ച് ഓരോ ദിവസവും ഈശ്വര പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ള ആ ഒരു ദുർനിമിത്തങ്ങളൊക്കെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാതെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.